എനിക്കല്ലേ? അയ്യോ, എനിക്കെന്നെ തുറന്നാട്ടെ. ആ, എന്തൊക്കെ പണിയുണ്ട്, വാ. അയ്യോ. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് വരുമ്പോൾ കാണുന്ന കാഴ്ച അമ്മയും മോനും കൂടെ ഇവിടെ പിണ്ടി പെരുന്നാളിന് വേണ്ടിയിട്ട് ആ ഒരു ഫ്ലവേഴ്സൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇത് സ്റ്റാൻഡ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇത് പെരുന്നാളിന് മിക്ക വീടുകളിലും ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. ക്രിസ്ത്യൻസ് ഇങ്ങനെ വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ ഒരുക്കിയൊക്കെ വയ്ക്കും. സ്ട്രെച്ച് ചെയ്യാണ്. ഇന്ന് ഇവിടെ ഫുൾ സെറ്റിങ് എല്ലാം മാറ്റലാണ് ഫുൾ പരിപാടി. ഇത് കന്യാകുമാരിയില് സ്കൂളില്ലായിരുന്നു, നിന്നെ കൊണ്ടാണ്ട് കന്യാകുമാരിക്ക് വേടിയവര്. ഇതെന്നാ ഐശ്വര്യ MD യാ? ഈ ഫോട്ടോ അല്ലേ മറ്റേ ഷൂട്ടിങ്ങിന് പോയപ്പോ അവരെടുത്ത് വെച്ചത്? ഈ ഫോട്ടോ അല്ലേ ഷൂട്ടിങ്ങിന് പോയപ്പോ അവിടെ? ആ ഫോട്ടോ എന്തിന്നിട്ട് അല്ലെന്ന് ഷൂട്ടിങ്ങിന് പോയപ്പോ അവിടെ ഉണ്ടായിരുന്ന ഫോട്ടോ അപ്പൊ എന്നിട്ട് ഈ പെണ്ണിന് ഇഷ്ടമല്ലാണ്ട് എന്നെ കെട്ടിച്ചെന്ന് ചോദിച്ചെല്ലാവരും. അപ്പനെ ഇതുപോലത്തെ പാന്റും ഷർട്ടും മേടിച്ചു കൊടുത്താലോ? ഇത് രണ്ടും കൊടുത്ത് പുതിയതാക്ക് കൊടുത്താൽ അവളെ എന്താ പ്രേമം കൊണ്ട് കൊടുക്കാം. അന്നേരം മമ്മി മേടിക്കല്ല ഉണ്ടായപ്പോ. അങ്ങനെ രാവിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫ്രഷായി നേരെ ഇനി ഹോസ്പിറ്റലിലേക്ക് പോകണം. കഴിഞ്ഞ ദിവസം നമ്മൾ പെൻഡിങ്ങിൽ വെച്ച കാര്യം, നമ്മളുടെ വാവ കോർഡിനേറ്റ് ചെയ്യാത്ത നമ്മുടെ സ്കാനിങ്ങിൻ്റെ 2ാം സെക്ഷൻ ഇന്നാണ്. ഇന്ന് സ്കാൻ ചെയ്യുമ്പോൾ അറിയാം എങ്ങനെയുണ്ടെന്ന്. ഇന്നും ആള് കോർഡിനേറ്റ് ചെയ്തില്ല എന്നാണെങ്കിൽ എഗെയിൻ നമ്മൾ പിന്നെ ഒരു ദിവസം വരേണ്ടി വരും. അത് കാരണം കൊണ്ട് അവിടെ ഉണ്ടോ ഇന്നത്തെ കമിഴുമെന്നാണ് നമ്മളുടെ ഒരു വിശ്വാസം. നീ പഠിക്കുകയാണോ? റെഡി ആവണമെങ്കിൽ എങ്കിൽ അടുത്തൊരു ചടങ്ങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ വേണം ഒരു 10-15 മിനിറ്റ്. ബിക്കോസ് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോ വണ്ണം വെച്ചൊന്നും തോന്നുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഡ്രസ്സ് ഇടാൻ ഇങ്ങനെ പറ്റാത്ത സാരി ബ്ലൗസ് ഒക്കെ ഇങ്ങനെ ഫിറ്റിങ്സ് നോക്കിക്കഴിഞ്ഞപ്പോ ഒന്നും ഫിറ്റ് ആവുന്നില്ല. അപ്പോഴാണ് റിയലൈസ് ചെയ്യണേ ഒരുപാട് അതെന്നാ എന്റെ ഫുഡ് ഹാബിറ്റ്സ് ഇതെന്ന് ചോദിച്ചിട്ട് റൊട്ടീനൊക്കെ ചോദിച്ചിട്ട് കുറെ പേര് കമന്റ് ബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പ്രഗ്നൻസി റൊട്ടീനിന്റെ ഞാൻ ഒരു അടുത്ത വ്ളോഗ് ചെയ്യാം. മോർണിംഗ് കഴിക്കുന്നത്, ബ്രഞ്ച് കഴിക്കുന്നത്, ലഞ്ച് കഴിക്കുന്നത്, ഈവനിങ് സ്നാക്സ് എന്തൊക്കെയാ കഴിക്കുന്നതെന്നുള്ളത്. ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ട് കുറെ വലിച്ചു വാരി അങ്ങനെയൊന്നും കഴിക്കുന്നില്ല.
അങ്ങനെയൊക്കെ ഉള്ളു. പിന്നെ വേണ്ട ബേബിക്ക് വേണ്ട കുറച്ച് പ്രോട്ടീൻസും വിറ്റമിൻസും അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അത് ചെയ്യുന്നുണ്ട്. മോർണിംഗ് റൊട്ടീനൊക്കെ ആയിട്ട്, പിന്നെ ഈവനിങ് നൈറ്റ് റൊട്ടീൻസിലും ചെയ്യുന്നുണ്ട്. അത് ഞാൻ അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യും. ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഈ വീഡിയോ ഒത്തിരി ലാഗ് ചെയ്ത് നിങ്ങളെ ബോറടിപ്പിക്കും. അത് ഞാൻ ചെയ്യുന്നില്ല. സോ അടുത്ത ടാസ്ക് ഉടുപ്പെടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഇന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു കംപ്ലീറ്റ് ഒരു ഫുൾ വ്ലോഗ് എടുക്കാനുള്ള ഒരു ടൈം ഉണ്ടാവും എന്നുള്ളത്. കാരണം നമുക്ക് പോയി വന്നിട്ട് ഇവിടെ പെരുന്നാളിൻ്റെ കാര്യങ്ങൾ പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഗസ്റ്റ് ഉണ്ടാവും ഈവനിങ്. അപ്പോൾ അതിൻ്റെ കുറേ തിരക്കുണ്ട്. അത് ഓടിപ്പിടിച്ച് ചെയ്യണം. അപ്പം ഇന്ന് വേഗം പോയി ചെയ്തിട്ട് വേണം ആ കാര്യങ്ങൾ ചെയ്യാൻ. ഉടുപ്പ് തപ്പാൻ പെരുന്നാളിന് മിക്ക വീടുകളിലും കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഇതുപോലുള്ള ഫ്ലവർ സെറ്റിങ്. എസ്പെഷ്യലി അമ്പ് പെരുന്നാളൊക്കെ ആണെങ്കിൽ ഇതുപോലെ പേപ്പറിൽ ഇതുപോലെ ഇങ്ങനെ ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ വാഴപ്പിണ്ടിയിലാണ് ശരിക്കും പറഞ്ഞാൽ അത് ചെയ്യുക, ഇങ്ങനെ കുത്തി നിർത്തുന്നത് കേട്ടോ. അപ്പോൾ അത് ഈവനിങ് ആയപ്പോഴാണ് എല്ലാവരും കൂടെ ആ പരിപാടിക്ക് ഇരുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ബാക്കി പലഹാരം ഉണ്ടാക്കലും ഡെക്കറേഷൻസും പള്ളി പോലും അങ്ങനത്തെ പരിപാടികളിലൊക്കെ കടക്കാനായിട്ട്. ഇങ്ങനെ പിരിച്ച് കയറ്റിയിട്ട് ഇങ്ങനെ തിരിച്ചു അതേപോലെ തന്നെ ക്രിസ്മസിന് ഇട്ട ലൈറ്റ്സ് ആണ് ഇവിടെ കിടക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ മൾട്ടി കളർ ലൈറ്റ്സ് ഒരു ഭംഗിയില്ല, അപ്പൊ അത് ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അപ്പൂസിനെ ആ പരിപാടി ഏൽപ്പിച്ചിട്ടുണ്ട്. ബാക്കി കലാപരിപാടികൾ ഇവിടെ സൈഡിൽ നടക്കുന്നുണ്ട്. പറഞ്ഞ പോലെ അപ്പൂസ് ഞങ്ങളുടെ പരിപാടികളെ അവന്റെ ഡ്യൂട്ടി നല്ല കൃത്യമായി ചെയ്തിട്ടുണ്ട്. ലൈറ്റ്സ് ഒക്കെ അവൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പുറത്തെ സൈഡിൽ വേണ്ടേ? അതേപോലെ മമ്മിയുടെ അടുത്ത മെയിൻ പരിപാടിയാണ് പലഹാരങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്. ഗസ്റ്റ് വരുമ്പോഴൊക്കെ കൊടുക്കാനായിട്ട് പഴയ പരമ്പരാഗത രീതിയിലുള്ള അച്ചപ്പം, വെള്ളപ്പം അങ്ങനെയുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് മമ്മി ഇപ്പോൾ കാലെടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ പ്രിപ്പറേഷൻസ് ബാക്ക് ഡോറിൽ നടക്കുന്നുണ്ട്. അവിടെയാണ് പിച്ചാനും പോയി നിൽക്കുന്നത്. അപ്പോൾ ആൾക്ക് ഭയങ്കര ഒരു ആഗ്രഹം മമ്മി ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കണം എന്ന്. അപ്പോൾ അത് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് നിൽക്കുന്നതാണ് ഈ കാണുന്നത്. അങ്ങനെ പണിത്തിരക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞതേ ഉള്ളൂ. ഒന്ന് ഫ്രഷായി നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാനുള്ള ഒരു ടൈമിലേക്ക് ആവുന്നേ ഉള്ളൂ. അപ്പോൾ ആളുടെ മേക്കപ്പിനെടുക്കും ഒരു അരമണിക്കൂർ. അത് നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട്. കാരണം ഞാൻ എൻ്റെ വീഡിയോസിൽ ഞാൻ മേക്കപ്പ് ചെയ്യുമ്പോൾ എല്ലാവരും എന്നെ പറയാറുണ്ട്, പക്ഷെ ഇതൊന്ന് കാണണം. രാത്രി ഉറങ്ങാൻ പോകുന്നുണ്ടെങ്കിലും മുടിയൊക്കെ അയൺ ചെയ്ത് എടുക്കുന്ന ആളെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇങ്ങേരിലാണ്. ഇത് ഫുൾ എന്താ പറയുക, സ്കിൻ കെയറും അതേപോലെ തന്നെ ഹെയർ കെയറും എല്ലാം ഭയങ്കര കെയർ എക്സ്ട്രാ, എന്നെക്കാളും കൂടുതൽ എക്സ്ട്രാ കെയർ കൊടുക്കുന്ന ആളാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ട് എല്ലാ ദിവസവും ആ ഒരു റൊട്ടീൻ ഫോളോ ചെയ്തിട്ടാണ് ആളുടെ പരിപാടി തുടങ്ങുള്ളൂ. അപ്പോൾ പോയിട്ട് വന്ന അപ്ഡേറ്റ് നിങ്ങൾക്ക് തരാൻ പറ്റില്ല. തിരക്കിൻ്റെ ഇടയിൽ ഇപ്പോൾ കണ്ടില്ലേ പെരുന്നാൾ, അതിൻ്റെ ഇടയിൽ ഇവിടുത്തെ സെറ്റിങ്സ്, പിന്നെ ഹോസ്പിറ്റൽ, അതിൻ്റെ ഇടയിൽ എല്ലാം നടന്നു. ഇപ്പോഴാണൊന്ന് ഫ്രീ ആയത് നിങ്ങളുടെ അടുത്ത് പറയാം. അപ്പോൾ കമൻറ്റ് ബോക്സിൽ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഒരുപാട് പേര് വിചാരിച്ചു ഞാൻ ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ്, എല്ലാം ഓക്കെ ആവും, പ്രേയേഴ്സൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞതിന് ഒത്തിരി താങ്ക്സ്. എനിക്ക് സങ്കടമൊന്നും പറയാനുണ്ടായിരുന്നില്ല, കാരണം വിഷമിക്കാൻ മാത്രം ടെൻഷനായിട്ടൊന്നും ഡോക്ടർ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗ്രേറ്റ്ഫുള്ളായിട്ട് തന്നെയാണ് ഇരുന്നത്. പിന്നെ നിങ്ങൾക്ക് എനിക്കറിയില്ല എന്താണ് എനിക്ക് ഇത്ര സങ്കടം എന്ന് തോന്നിയെന്നുള്ളത്. സോ ഇനി സന്തോഷിക്കാൻ ഇതുണ്ട്, ഇത്തിരി സീനാണ്. അപ്പോൾ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, എല്ലാം ഓക്കെയാണ്, ഹെൽത്തി ബേബിയാണ്, ഞാനും ഓക്കെയാണ്. അപ്പം നിങ്ങളുടെ പ്രേയേഴ്സിനൊക്കെ ഒത്തിരി താങ്ക്സ്. പിന്നെ ഈ തവണ പോയപ്പോൾ വേഗം തന്നെ ചെയ്യാൻ പറ്റി. പക്ഷെ എന്നിരുന്നാലും
നമ്മളത് കഴിഞ്ഞ് കൺസൾട്ടേഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയൊരു ഡിലേ വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് എവറിത്തിങ് വാസ് പെർഫെക്റ്റ്. അവനെ കാണിച്ചാലും കാര്യമില്ല, കാരണം ഫേസ് ഞങ്ങൾക്ക് പോലും ഇതിലൊന്നും ക്ലിയർ ആവുന്നില്ല. പക്ഷെ അതിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് NT സ്കാനിങ്ങിൽ നല്ല ക്ലിയർ ആയിരുന്നു. പിന്നെ അതുപോലെ അവിടെ സ്ക്രീനിങ് ചെയ്ത ടൈമിലും സ്ക്രീനിങ്ങിൽ നല്ല വ്യത്യാസം. പിന്നെ ആളിങ്ങനെ തലയൊക്കെ ഇങ്ങനെ ആട്ടി ഇരിക്കുന്നുണ്ട്. അപ്പൊ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം. ആദ്യം സ്കാൻ ചെയ്യാൻ പോയപ്പോ കമിഴ്ന്നില്ലല്ലോ, ഇത്തവണ കമിഴാനായിട്ട് ആൾക്ക് താല്പര്യമില്ല. ആളിങ്ങനെ തന്നെ നേരെ കിടക്കുന്നത്. അപ്പൊ ഡോക്ടർ ഇതന്നെ പറഞ്ഞ് ഭയങ്കര എനിക്ക് ക്യൂട്ടായിട്ട് തോന്നി. ഡോക്ടർ ചോദിക്കുക കമത്തിയൊക്കെ കൊണ്ടുവന്നിട്ടില്ലേ എന്നൊക്കെ. ഞാൻ ഒരു വിധത്തിൽ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ ആള് കമന്ന് തുടങ്ങി വേഗം തന്നെ സ്കാനിങ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും ആള് പെട്ടെന്ന് തന്നെ നേരെയായി. ആൾക്ക് നേരെ കിടക്കാനാണ് ഇഷ്ടം തോന്നുന്നു. അപ്പം അങ്ങനെ വിശേഷങ്ങൾ. ഇനി പെരുന്നാളിൻ്റെ നല്ല തിരക്കിലാണ്. ഇന്നിപ്പോൾ ഫ്രൈഡേ ആയി, നല്ല പണിയുണ്ട്. എനിക്കല്ല കേട്ടോ, ഇതെല്ലാവർക്കും. ഇപ്പം തന്നെ കണ്ടില്ല, ഓരോ സെറ്റിങ്സിലാണ്. നാളെ ഗസ്റ്റൊക്കെ ഉണ്ട്, ഇന്ന് നമുക്ക് കുറച്ച് ഗസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വെൽക്കം ചെയ്തുകൊണ്ടിരിക്കുന്നു. ബാക്കി പരിപാടി ഫുഡ് അടിക്കുക. അപ്പോൾ ഏകദേശം രാത്രി ആയപ്പോഴത്തേക്കും എല്ലാവരും എത്തിത്തുടങ്ങി. അപ്പോൾ നമ്മൾ പള്ളിയിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് റെഡിയായി നിൽക്കുന്നതാണ്. അപ്പം മമ്മി സ്റ്റിച്ച് ചെയ്തൊരു കഫ്താൻ ഒരു ടൈപ്പ് ഒരു ഡ്രസ്സാണ് കേട്ടോ. അത് മെറ്റീരിയൽ എടുത്തിട്ട് മമ്മി തന്നെയാണ് അത് ചെയ്ത് തന്നത്. അപ്പോൾ എനിക്ക് ഒറ്റ ഡ്രസ്സും ഫിറ്റാവുന്നില്ല എന്നുള്ള കംപ്ലയിൻറ്റ്സ് കേട്ട് മടുത്തിട്ടാവണം. ഇന്ന് തന്നെ മമ്മി പറഞ്ഞു ഇത് സ്റ്റിച്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് ആൾ ചെയ്ത് തന്നതാണ്. വണ്ടി എടുത്തോ? അയ്യോ എൻ്റെ കൊച്ചിനെ എടുത്തില്ല. ഇന്നത്തെ ഡേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഫാസ്റ്റായിട്ട് എങ്ങനെ പോയെന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. മര്യാദയ്ക്കൊന്നും കുറച്ച് നേരം പോലും നമുക്ക് ഇരിക്കാനുള്ളൊരു ടൈം കിട്ടിയിട്ടില്ല. എല്ലാം ഓടി പഠിച്ച് ലാസ്റ്റ് നമ്മളിതാ ഇറങ്ങി പള്ളിയിലേക്ക്. അപ്പോൾ അത്രയും തിരക്ക് പിടിച്ച് എല്ലാം ചെയ്തെങ്കിലും എല്ലായിടത്തും എത്താൻ പറ്റി എന്നുള്ളതാണ് സന്തോഷം. റോഷ എണീറ്റ് കൈ പിടിച്ചേക്കണേടി. പിള്ളേർക്ക് പടക്കം പൊട്ടിച്ചു കൊടുക്കണം. പടക്കമില്ല, ഇത് മാത്രമേ ഉള്ളൂ. സ്കൈ ഷോട്ട്സ് ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നത് ഉറക്കമൊന്നും ഇല്ലേ എന്നായിരിക്കും. യെസ്, അത്രയും പാതിരാത്രി ആയിട്ടുണ്ട്. 1 മണി 2 മണി ആയെങ്കിലും നമ്മൾ പെരുന്നാളൊക്കെ അല്ലേ, ഇപ്പോഴേക്കല്ലേ എല്ലാവരും ഒരു ഗെറ്റ് ടുഗദറൊക്കെ ആയിട്ട് ആഘോഷിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും കൂടെ ഒത്തുചേർന്ന കാരണം കൊണ്ട് നമ്മളതിങ്ങനെ സെലിബ്രേറ്റ് ചെയ്ത് ഇങ്ങനെ ഇരുന്ന് നല്ല ലേറ്റ് ആയിട്ടുണ്ട്.
എന്തുട്ട കത്തിക്കണപ്പോ വല്ലതും നടക്കൂ. അപ്പോ ഇതെന്ത് ഈ ചെറുക്കന് പേടിയില്ലേ? ആരാക്കിടുവോ? ഇത് കത്തിക്കുമ്പോ ഇതിന്റെ കൂടെ പെരുന്നാൾ കഴിഞ്ഞു. എന്തിട്ട്